ആശാനേ ജംഗ ജഗ ജഗ. കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഈ പാട്ടുകാരായ നാട്ടുകാർ, ഈ കൂട്ടുകാർ ഏത് നാട്ടുകാരാണ്? കൊല്ലംകാർ. കൊല്ലംകാർ. പാട്ട് കേട്ടാലും ഈ കടല് കണ്ടാലും മനസ്സിലാവില്ലേ? അടിപൊളി കൊല്ലംകാർ. അതാണ്. അപ്പൊ റോൾ ക്യാമറ ഇലക്ഷന്റെ ഈ ഒരു കേരള യാത്ര, ഈ ഒരു ഇലക്ഷൻ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മൾ കൊല്ലത്തെത്തി. അതെ, രാഷ്ട്രീയം പറയാനായി ചേട്ടന്മാരിതേ റെഡി ആയിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ജയമോഹൻ സഹാവ്, അതായത് ജില്ലാ പഞ്ചായത്തില് പുള്ളി MLA ആയി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാമെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ജയമോഹൻ സഹാവ് ജയിക്കണം, അത് ഉറപ്പാണ്. പക്ഷേ ഈ കൊല്ലത്തെ മണ്ഡലങ്ങള് ഇപ്പൊ ഇടതുപക്ഷത്തിന് നല്ല വേരുള്ള മണ്ഡലങ്ങളാണ് ബഹുഭൂരിപക്ഷമെങ്കിലും കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിനെതിരെ UDF ഉയർത്തുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകാതിരിക്കുമ്പോൾ ശമ്പളം നൽകുന്ന സർക്കാരാണ് ഈ സർക്കാർ. 1400 1400 1700 ഒരു തരം 1700 കൊണ്ടുപോവാ. 1700 രണ്ടാം തരം, 1700 മൂന്നാം തരം. കച്ചവടം ഉറപ്പിച്ച് അയില കിളി മംഗള 1700 വിറ്റു. അടിച്ചു വീശുന്ന തിരയും പെടക്കണ മീനും. അന്തു കീർത്തന, കൊല്ലം ജില്ലയിൽ കൊല്ലം മണ്ഡലത്തിൽ പോർട്ട് കൊല്ലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ കാണുന്ന കാഴ്ച വൻ ലേലംവിളി. കൊല്ലത്തും കേരളത്തിലും വൻ ലേലംവിളിയാണ്. LDF UDF BJP തമ്മിലുള്ള ലേലംവിളിയാണ്. ആര് ജയിക്കും? കേട്ടൊരു നാണം കണ്ട പെണ്ണ് കാണാൻ വന്ന പോലെയാണല്ലോ. കാര്യം പറ. ഇടതുപക്ഷം എന്തുകൊണ്ട്? അവരാ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. കൊല്ലത്തെ MLA എങ്ങനെ ഉണ്ടായിരുന്നു മുകേഷ്? മുകേഷ് തെറ്റില്ലാതെ നല്ല പ്രവർത്തിച്ചു. അതായത് മുകേഷിന്റെ ഒരുപാട് ഫണ്ടുകള് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചു. പക്ഷെ മുകേഷിന് മാത്രം സീറ്റ് കൊടുക്കുന്നില്ല. മുകേഷിന് സീറ്റ് കൊടുക്കാത്തല്ല, മുകേഷ് പറഞ്ഞ് ഞാൻ ഇനി നിൽക്കുന്നില്ല പാർട്ടി, എനിക്ക് മതി. അത് പുള്ളിക്കാരൻ അതാണ് പിന്മാറി നിൽക്കുന്നത്. അല്ല, പുള്ളിക്കാരൻ പാർട്ടിയിൽ നിന്നൊന്നും മാറിയിട്ടില്ല. അല്ല, പുള്ളിക്ക് അങ്ങനെ പിന്മാറി നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടായി? അതായത് പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ താല്പര്യം സിനിമയാണ്, മേലെ അഭിനയിക്കുന്നുള്ള താല്പര്യമാണ്. അതാണ് കാരണം. ചേട്ടൻ എന്താ പറയുന്നത്? എല്ലാവരും എതിർപ്പാണ്. എന്താണ് എതിർപ്പ്? എതിർത്ത മുകേഷ് ഇവിടെ 10 കൊല്ലം ഭരിച്ചു. പെൺപാണി കേസിൽ ഒന്നാം പ്രതി. ഇത്തവണ മത്സരിക്കാതെ അല്ലാതെ അവന് സീറ്റ് കാര്യം എന്താ? ഇവിടെ സീറ്റ് കൊടുത്താൽ തോറ്റേനെ. പിന്നെ 50,000 വോട്ടിന് ഇവിടെ തോക്കും. ഇവിടെ മുകേഷ് 10 കൊല്ലം ഇവിടെ ഇവിടെ എന്തുണ്ടായി? കൊല്ലം നിയോമണ്ഡലത്തില് LDF സ്ഥാനാർത്ഥി നിങ്ങൾ എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല ഞങ്ങൾ, തോക്കിനും ലാത്തിക്കും സ്പ്രിങ്ങോ ഇഞ്ചിലാവിൻ മക്കളും വിപ്ലവത്തിൽ വിത്തുകൾ. റോൾ ക്യാമറ ഇലക്ഷൻ.